AFS സൊല്യൂഷൻ. അപ്പൊ മക്കളെ നമ്മുടെ 17-ാം തീയതിയാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നത്. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് A+ ഉറപ്പിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് ഇനി മിസ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പറയാനായിട്ട് പോകുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. കാരണം ഈ ടോപ്പിക്സിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്സ് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ. മാനേജ്മെന്റ് 3 ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ലെവൽസ്, അതിൽ ആ 3 ലെവൽസിലുള്ള ആളുകളുടെ എക്സാമ്പിൾസ് അല്ലെ. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കും, അതേപോലെ അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടാവുക, അവരുടെ ഫംഗ്ഷൻസ്, ലോവർ ലെവൽ മാനേജ്മെന്റ് എല്ലാം പഠിച്ചിരിക്കുക. പിന്നെ നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റ് പ്രൊഫഷൻ ആണ്, ആർട്ടാണ്, അല്ലെങ്കിൽ സയൻസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ എന്താണ്, അപ്പൊ എന്തുകൊണ്ട് സയൻസ് ആണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ആർട്ടാണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് പ്രൊഫഷൻ ആണെന്ന് പറയുന്നു, ഇതിന്റെ ഒക്കെ അതിനെ ചെയ്ത് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ കോർഡിനേഷനെ കുറിച്ച് പഠിച്ചിരിക്കുക. ഓക്കെ, കോർഡിനേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ 3 ടോപ്പിക്സ് നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിരിക്കുക. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് കൂടെ നോക്കണം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് വൃത്തിക്ക് പഠിച്ചിരിക്കുക. 14 എണ്ണം പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ 14 എണ്ണം എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരു 8 ഓ 9 എണ്ണം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ പഠിച്ചാലും മതി. പിന്നെ ടൈലറിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾസും ഉണ്ട്, അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് ടെക്നിക്സും ഉണ്ട്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒരു 2 തവണയെങ്കിലും വായിക്കണം നിങ്ങൾ. അത് പ്രിൻസിപ്പിൾസ് ആണോ ചോദിച്ചത്, ടെക്നിക്സ് ആണോ ചോദിച്ചത്, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അതിൽ നിങ്ങൾ നോക്കേണ്ട മക്കളെ ഡിമോണിറ്റൈസേഷൻ പഠിക്കണം, അതേപോലെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. 5 ഡയമെൻഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ 5 എണ്ണം എന്താണെന്നുള്ളത് ഷോർട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അത് വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ LPG എന്നുള്ള സാധനം പറഞ്ഞതാണ്, അതൊന്ന് നോക്കി വെക്കുക. ഈ LPG നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് LPG വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ് സെക്ടറിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്താണ്, കുറച്ച് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്, പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യകത വന്നു, മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ മാറി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നിങ്ങൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് ഇതിൽ അധികവും പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ 1 വേർഡിലൊക്കെ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് പ്ലാൻ ആണെന്ന് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻ ഒക്കെ വരും, അത് നോക്കണം. അതേപോലെ തന്നെ പ്ലാനിങ് പ്രോസസിന്റെ സ്റ്റെപ്സ് നോക്കുക, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും പഠിച്ചിരിക്കുക. പ്ലാനിങ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു അല്ലെ, ആസൂത്രണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പ്ലാനിങ് അല്ലെ. ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ പ്ലാനിങ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്, അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഓർഗനൈസിങ് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുറച്ചധികം ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഓർഗനൈസിങ് പ്രോസസ്സിന്റെ ഓർഡർ ആണ് പഠിക്കേണ്ടത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, രണ്ടാമത് എന്ത് ചെയ്യുന്നു, മൂന്നാമത് എന്ത് ചെയ്യുന്നു, നാലാമത് എന്ത് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഓർഡർ വൈസ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓർഗനൈസിങ് സ്ട്രക്ചർ ഉണ്ടല്ലോ, 2 രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ട്, ഫംഗ്ഷണലും ഉണ്ട്, ഡിവിഷണലും ഉണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് വരയ്ക്കേണ്ടത് പഠിക്കണം കേട്ടോ. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് വെച്ച് അതിന്റെ അടിയിലായിരിക്കും ഓരോരോ ഫംഗ്ഷണൽ സ്ട്രക്ചേഴ്സ് വരിക. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ കമ്പനിയുടെ താഴെ ഓരോരോ ഫംഗ്ഷൻസ് മാത്രമായിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നോക്കിയോ 8 മാർക്കിന് SC ആയിട്ട് ചോദിക്കുന്നതാണ്. അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ ഡെലിഗേഷൻ, അതിന്റെ എലമെന്റ്സ് അല്ലെ, 3 എലമെന്റ്സ് ആണ് ഡെലിഗേഷനിൽ ഇരിക്കുന്നത്. ഈ 3 എണ്ണം എന്താണ്, അതേപോലെ തന്നെ 3 എണ്ണം കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, അത് വൃത്തിക്കിരുന്ന് പഠിക്കാം. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ 5 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ A+ ഷുവർ ആണ്. ഓക്കെ, അത്രയും ഗ്യാരണ്ടിയിലാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ വൃത്തിക്കായിട്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്സ് സീരിയസ് ആയിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. ഒരു കാരണവശാലും ടെൻഷൻ ആവരുത്. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാവരും അതിന് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഷോ ക്വസ്റ്റ്യൻസും പ്രെഡിക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്, കീപ് ലേണിംഗ്. ബൈ.